ഇപ്പം അവർ വരും, എല്ലാം കൊണ്ടുപോകും. ഒരു കച്ച, അവിടെ ഒരു കച്ച വൃത്തിയാക്കുന്നത്. ഗുഡ് ബൈ പറയണം. ഹേ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ. ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. ഇന്ന് ഡിസംബർ 25 അപ്പോൾ മേരി ക്രിസ്മസ് എല്ലാവർക്കും. ഇന്നലെ ഞാൻ ഫിനിക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ എല്ലായിടത്തും ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത്, അതായത് ഫോട്ടോഷൂട്ടല്ല, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയതൊക്കെ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ അവിടെ ഒരു സീക്രട്ട് പറയട്ടെ കേട്ടാ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കേക്ക്. ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലാട്ടോ ഇത്രയും ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ 40 ഫൂട്ടിൻ്റെ ട്രീ ഉണ്ടായിരുന്നു, പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, വലിയ ടെഡീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 24-ാം തീയതി ആട്ടോ പോയത്. 25-ാം തീയതി പോയില്ല, കാരണം ട്രാഫിക് കാരണം അവിടെ എത്തില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, 24-ാം തീയതി പോയി. അതുകൊണ്ട് നന്നായി ഫോട്ടോ എടുക്കാനും അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് പരിപാടീസ് മിസ് ചെയ്തു കേട്ടോ. സ്റ്റേജ് ഷോയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മിസ് ചെയ്തു. പിന്നെ പോർട്രേറ്റ് അവർ ഫ്രീ ആയിട്ട് വരച്ച് തരുന്നുണ്ടായിരുന്നു, അതും എനിക്ക് മിസ്സായിപ്പോയി. എന്നാലും പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. ആരും ഇല്ലാത്തതുകൊണ്ട് മാളെ കാലിയായിരുന്നു എന്ന് പറയാം. വീഡിയോ കണ്ടു വന്നില്ലേ? അപ്പോൾ സീക്രട്ട് അറിയാൻ വന്നതായിരിക്കും അല്ലേ? പറഞ്ഞുതരാം. സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സീക്രട്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ ഫ്ലാറ്റിലോട്ട് പോകട്ടോ. ഇത് ഞങ്ങളുടെ 3ാമത്തെ ഫ്ലാറ്റായിരുന്നു. ഇനി പോകാൻ 4ാമത്തെ ഫ്ലാറ്റ്. അതായത് ഓരോ മാസം ഓരോ കൊല്ലമായിരുന്നു, ഓരോ ഫ്ലാറ്റിലായിരിക്കും. അപ്പോൾ ഇനി പോകാൻ പോകുന്ന 4ാമത്തെ ഫ്ലാറ്റ്. അതായത് ഞങ്ങളുടെ ന്യൂ ഇയർ ഇനി പുതിയ ഫ്ലാറ്റിലായിരിക്കും. അപ്പോൾ ഷിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ തുണികൾ, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തുണികൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അവരെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കും. ഇനിയുള്ളതൊക്കെ ഞാൻ വോയിസ് ഓവർ ഇടാം കേട്ടോ, എന്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ, ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു ഷിഫ്റ്റിംഗ് വീഡിയോ ആക്കി ഇതെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കാണിച്ചെന്നാലോ, നമുക്ക് ഷിഫ്റ്റിംഗ് അങ്ങോട്ട് തുടങ്ങിയാലോ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. ട്രാൻസ്ഫോർമേഷനും ഷിഫ്റ്റിങ്ങും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി കേട്ടോ, ബാൽക്കണി. ഓക്കെ, കച്ചറ ഓ, ഇവിടെ ഒരു കച്ചറ, അവിടെ ഒരു കച്ചറ കണ്ടില്ലേ, ഫുള്ളതേ ഒക്കെ ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സൊക്കെ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ പെട്ടിയിലാക്കി വെച്ചതാണ്. കബോർഡിൽ നിന്നൊക്കെ എടുത്തിട്ട് പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെയൊക്കെ ഫുൾ കച്ചറയാണ്, എല്ലാം എടുത്ത് വെച്ചിട്ടേ നല്ല കച്ചറയാണ്. പിന്നെ ഏകദേശം ഈ റൂം ഏകദേശം സെറ്റായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അത് അവർ കൊണ്ടുപോയിക്കോളും. പിന്നെ ഹായ്, ഞാനിപ്പോൾ ഈ റൂം സെറ്റ് ചെയ്യുന്ന തിരക്കില്ല കേട്ടോ. അതാണ് ഇത് ഫുൾ കച്ചറായിട്ട് ഇങ്ങനെ. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്ന റൂം. ഇനി ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം, അതിന് കുറച്ച് പരിപാടിയുണ്ട്. ഫ്രിഡ്ജൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. ഹായ്, പിന്നെ ഞാൻ ഹലോ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ്, നാളെയാണ് ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇവിടുത്തെ പുരോഗമിച്ചിരിക്കുന്നു. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി കുറേ കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനൊരു മാസ്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പുറത്തേക്ക്. അപ്പോൾ മാസ്ക് മേടിക്കാൻ പോയാലോ? കം ലെറ്റ്സ് ഗോ. ഇന്ന് നമുക്ക് ബാക്ക് ഗേറ്റ് വഴി പോകാം. ഇവിടുത്തെ ഫാർമസിയിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മരുന്ന് മാത്രമല്ല കിട്ടുക, ചിപ്സും ചോക്ലേറ്റും ജ്യൂസൊക്കെ കിട്ടും. അപ്പം ഞാൻ 2 ചിപ്സ് കണ്ടപ്പോൾ അത് മേടിച്ചിട്ട് പോകുന്നു കേട്ടോ. അതാണ് ഈ ചിപ്സ് കാണിച്ചുള്ള നടത്തം. എന്നെ നാശാക്കാൻ വേണ്ടി ഫാർമസിയിൽ വേറെ ഒരു ചിപ്സ് വെച്ചിരിക്കുക. എൻ്റെ തെറ്റല്ല, അവരെ തെറ്റാ. ഇന്ന് ഡേ 3. ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 7 മണി, 7:15, 7:18 അങ്ങനെ ഒരു ടൈമിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വരും. അപ്പം നമ്മൾ ഈ സ്ഥലത്തിനോട് ഗുഡ് ബൈ പറയുന്ന സമയമായിട്ടോ. നല്ല ഫുൾ സെറ്റ് ചെയ്യലായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. കാണിച്ചു തരാം. കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്ത് നിറച്ച് സാധനങ്ങളാണ്. ഇതൊക്കെ അവർ കൊണ്ടുപോകും. ആഹാ, ഇപ്പം അവർ വരും, എല്ലാം കൊണ്ടുപോകും. അപ്പം ഞാനൊന്ന് റെഡി ആവട്ടെ. ഓക്കെ, ബൈ പറയാൻ സമയമായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി കേട്ടോ. ഇപ്പം ഞങ്ങൾ മാറാൻ പോകുന്നത് 4ാമത്തെ ഫ്ലാറ്റിലോട്ടാ. അതായത് ഇപ്പോൾ താമസിച്ചത് 3ാമത്തെ ഫ്ലാറ്റായിരുന്നു കേട്ടോ. ഷിഫ്റ്റിംഗ് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. എത്ര നമ്മൾ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ വിളിച്ചാലെന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ എല്ലാം വൃത്തിയാക്കണം. പൊടി ഉണ്ടാവും, എല്ലാം എടുത്ത് വെക്കണം, സാധനങ്ങൾ വെക്കണം. നമുക്കെല്ലാം അറിയുള്ളൂ എവിടേക്ക് വെക്കേണ്ടതെന്നൊക്കെ. ഓരോ ഫ്ലാറ്റിൽ കുറച്ച് നാൾ മാത്രം നിൽക്കുന്നതുകൊണ്ട് അത്ര അറ്റാച്ച്മെൻറ്റ് ഇപ്പോൾ ഓരോ ഫ്ലാറ്റിലോട് തോന്നണമില്ല. മറ്റേ നമുക്കൊരു ഫ്ലാറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നില്ലേ? അധികം കൊല്ലങ്ങളൊന്നും നിൽക്കുന്നില്ലല്ലോ, കുറച്ച് മാസങ്ങളൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോഴേക്കും അവിടെ നിന്ന് പോവും. അതുകൊണ്ട് ഒരു സ്ഥലവും വലിയ അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ഇപ്പം എനിക്ക് യൂസ് ടു ആയിട്ടാ ഈ ഷിഫ്റ്റിങ്ങും പാക്കിങ്ങും എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. ഇപ്പം ഷിഫ്റ്റിംഗ് ആണോ? ഇപ്പം ഞാൻ പാക്ക് ചെയ്ത് തരാം. അങ്ങനെ നല്ല യൂസ് ടു ആയി.
ഇന്നാളെ ഞാൻ യൂട്യൂബിലൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു 4ാമത്തെ ഫ്ലാറ്റാണ്, ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഹോബി പോലെയായി എന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ ഒരു ഹോബിയായി ആയൊരു ഫീലാട്ടോ ഇപ്പോൾ. വീട് മൊത്തം കാലിയായിട്ട് എല്ലാ റൂമും എല്ലാം കാലിയാണ്, ഫുള്ളി കാലി. വീടൊക്കെ കാലിയാക്കി പഴയ ഫ്ലാറ്റിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട് പൂട്ടി പുതിയ ഫ്ലാറ്റിലോട്ട് പോവാട്ടോ. ലോലതാണ് നമ്മളുടെ വീട്. ഇവിടെ എത്തി നല്ല കൺസ്ട്രക്ഷൻ ഷോപ്പ്. അപ്പോൾ ഇവിടെ എത്തി നല്ല വിഷമുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു സെറ്റായിട്ടിരിക്കാം. അപ്പോൾ പ്രാക്ടീസ് മൂവേഴ്സ് വരാനുണ്ട്. ഞാൻ ഇവിടെയൊക്കെ പാക്ക് ചെയ്യും. ഞാൻ പറയണ കേൾക്കുന്നുണ്ടല്ല, കാരണം അവിടെ ഒരാൾ പണിയെടുക്കുന്നുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ പണിയുണ്ട്, അതൊക്കെ ഒരു കേൾക്കാമെന്ന് അറിയില്ല. ഓരോന്നോരോന്ന് വന്നു തുടങ്ങി. എല്ലാവരും പോയി, പ്രാക്ടീസ് മൂവേഴ്സ് പോയി, ഒക്കെ സെറ്റായില്ല, എടുത്ത് വെക്കാനുണ്ട്. ഫുൾ കച്ചറായിട്ടിരിക്കണം എൻ്റെ കോലം. സെറ്റ് ചെയ്യണം, വൃത്തിയാക്കണം, ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, മടി പിടിച്ചിരിക്കുക. വൈകുന്നേരം ആവാറേ. ഇനി നമുക്കിവിടെ കുറേശ്ശായിട്ട് വൃത്തിയാക്കിയാലോ. കം ലെറ്റ്സ് വൃത്തിയാക്കാൻ പറ്റും. ആകെ ടയർഡാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ, രാവിലെ ഇട്ടതല്ലേ. ആകെ ടയർഡാണ് ഞാൻ. കണ്ണൊക്കെ ആകെ ഇതായിട്ടല്ലേ. പ്ലീസ് ഇഗ്നോർ ഓൾ ദാറ്റ്. ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ഇതിലാണ്. കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇതാവാണ്ട്. ഇവിടെയൊക്കെ കുറച്ചൊന്ന് വൃത്തിയുണ്ട്. ഇതിൽ കുറച്ച് ബെഡിൻ്റെ അടിയിൽ വെക്കാനുള്ളത്, കട്ട്ലിൻ്റെ അടിയിൽ വെക്കാനുള്ളത് കുറച്ചൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ അത്തുപോകും.